അക്ബർ ബിഗ് ബോസിന് പുറത്താകുമോ? ഒരടി പിന്നോട്ടിലെന്ന് അറിയിച്ചിരിക്കുകയാണ് രേണുസുധി. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ശക്തിയായ മത്സരാർത്ഥിയാണ് രേണുസുധി. അടുത്തിടെ രേണുസുധിയും സഹമത്സരാർത്ഥിയായ അക്ബർ ഖാനും തമ്മിൽ ബിഗ് ബോസിൽ വെച്ച് കൊമ്പ് കോർത്തിരുന്നു. അത് പിന്നീട് ഹൗസിനും പുറത്തും വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ഓരോരുത്തർക്കും ഓരോ ഇരട്ടപ്പേര് നൽകണമെന്ന ടാസ്കിൽ അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതാണ് വിവാദമായി മാറിയത്. ഇതിനെതിരെ രേണു അപ്പോൾ തന്നെ ഹൗസിൽ വെച്ച് തുറന്നടിച്ചു തന്നെ ജീവിതത്തിൽ ഇതുപോലെ ആരും അധിക്ഷേപിച്ചിട്ടില്ലെന്നാണ് രേണു പറഞ്ഞത്. വിഷയം അകത്തും പുറത്തും ഒരുപോലെ സംസാരമായതോടെ വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാൽ ഇതിനെക്കുറിച്ചും ചോദ്യമുയർത്തി. ഇരുവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വിഷയം രമ്യമായി പരിഹരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബിഗ് ബോസും കൺഫെഷൻ റൂമിലേക്ക് രേണുവിനെ വിളിച്ച് അക്ബറുമായി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. 2 ദിവസമാണ് രേണുവിന് ഇതിനായി സമയം അനുവദിച്ചത്. എന്നാൽ അക്ബറിന് മാപ്പ് കൊടുക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇപ്പോഴും രേണു. ലൈവിൽ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് രേണു വ്യക്തമാക്കിയത്. അതെന്താണ് കൊടുക്കാത്തതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ തന്നെ വിളിച്ചതല്ലേ, താൻ മാപ്പ് കൊടുക്കില്ലെന്നാണ് രേണുസുധി പറയുന്നത്. രേണുസുധി മാപ്പ് കൊടുത്തില്ലെങ്കിൽ അക്ബറിന് അവിടെ തുടരാൻ കഴിയില്ലെന്ന സാഹചര്യം ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിലില്ല എന്ന് വെച്ച് അത്ര വലിയ വിവാദമായോ? രേണുസുധി ഇന്നല്ലെങ്കിൽ നാളെ അലിയും. രേണു അലിഞ്ഞു വന്നതാണ്. അപ്പോഴാണ് ശാരിക ആ വിഷയം കത്തിച്ചു വിട്ടത്. നീ ആയത് കൊണ്ടല്ലേ ക്ഷമിച്ചത്, ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്നാണ് ശാരിക പറയുന്നത്. ഇതോടെ ഞാൻ ക്ഷമിക്കില്ലെന്ന് രേണു വ്യക്തമാക്കി. അടുക്കളയിൽ വെച്ച് അക്ബർ ലവ് ആകൃതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. മാപ്പപേക്ഷയുടെ ഭാഗമായാണ് അക്ബർ ലവ് ആകൃതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കിയത്. ഇത് വേറെ ലെവലിൽ പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആദില പറയുന്നു. തുടർന്ന് ഈ ചപ്പാത്തി അക്ബർ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നു. ചേച്ചി ഇതിൽ വീഴുമായിരിക്കുമെന്ന് പറയുന്ന അക്ബർ ചപ്പാത്തി രേണുവിന് കൊണ്ടുപോയി കൊടുക്കുന്നു. ഡൈനിങ് ടേബിളിൽ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സ്പെഷ്യലായി ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ്. പക്ഷെ ചപ്പാത്തി സ്വീകരിക്കാൻ രേണു തയ്യാറായിരുന്നില്ല. ക്ഷമാപണം സ്വീകരിക്കാൻ പലരും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രേണു അതിന് തയ്യാറായില്ല. ഒടുവിൽ ചപ്പാത്തി എല്ലാവർക്കുമായി മുറിച്ചു നൽകുന്ന രേണു താൻ ക്ഷമിച്ചിട്ടില്ലെന്നും കൺവിൻസിംഗ് ആയിട്ടില്ലെന്നും പറയുന്നുണ്ട്. ശാരികയാണ് ആ വിഷയം കത്തിച്ചു വിട്ടത്. നീ ആയതുകൊണ്ടാണ് ക്ഷമിച്ചത്, ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്നും ശാരിക പറയുന്നു. ആ ഒരു പുള്ളി നല്ലൊരു യുവാവാണ്, ഗായകനാണ്, ആ രീതിയിലാണ് താൻ കണ്ടതെന്ന് രേണു പറയുന്നുണ്ട്. അക്ബർ വിളിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാലത്തും ക്ഷമിക്കുകയില്ല. എന്നെ ആയിരുന്നെങ്കിൽ ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കുകയെന്നുമല്ല. ജനങ്ങളിൽ കുറേയധികം മലയാളികൾ, അതിൽ തന്നെ ഒരു 60-70% പേർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. താൻ അത് മനസ്സിലാക്കണം. താൻ മുന്നോട്ട് വിജയിച്ചു പോകുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട് ഇവിടെ കേരളത്തിൽ. ഒരിക്കലും പിന്നോട്ട് പോകരുത്. തന്നെ ഇൻസ്പിറേഷനാക്കി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട്. തനിക്കതിന് കഴിയും. അതിന് ഒരുപാട് സൗന്ദര്യധാമം ആവേണ്ട, വല്ല കഴിവുകളും വേണ്ട എന്നും ശാരിക രേണുവിനോട് പറയുന്നുണ്ട്.